ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ന്യൂ ഇയറിൻ്റെ ഒരു വ്ളോഗാണേ. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 5-8 ദിവസമായെങ്കിലും ഇന്നാ എനിക്ക് വ്ളോഗ് ഇടാൻ സമയം കിട്ടിയത്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഏട്ടൻ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഏട്ടന് സംഭാരം കുടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ സംഭാരം കുടിക്കാൻ കയറിയേ. സംഭാരത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് 2 മഞ്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് മാറ്റി വേറെ വാങ്ങി തന്നു. അതും വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിലേക്ക് പോവുകയാണേ. അവിടെ ഉത്സവമാണേ. അപ്പോൾ രാത്രി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ന്യൂ ഇയർ ആഘോഷം അവിടെ ആക്കാമെന്ന്. ഇത് അമ്പലത്തിലേക്കുള്ള ഘോഷയാത്രയുടെ ഒരുക്കങ്ങളാണേ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഗ്രീഷ്മേച്ചി ഉണ്ണിയേട്ടനോ ഞങ്ങളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അവിടെ എത്തി ഞങ്ങൾ കുറച്ചു നേരം ഇതിലേക്ക് തേരാപ്പാര നടന്ന് നേരെ ഫുഡിന്റെ അടുത്തേക്ക് വിട്ടു. ഫുഡ് നമുക്ക് മെയിൻ ആണല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാനാണേ പോയത്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിയേട്ടന് മസാലപ്പൂരി വേണമെന്ന് പറഞ്ഞ് അതും കൂടി വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും ഉണ്ണിയേട്ടനും പാനിപ്പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഇതൊക്കെ കണ്ടാൽ വാങ്ങി കഴിക്കും. ഏട്ടന് ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഏട്ടന് ഇത് രണ്ടും കഴിച്ചില്ലായിരുന്നു. പക്ഷേ പാനിപ്പൂരി എനിക്ക് ഇഷ്ടമാണെങ്കിലും മസാലപ്പൂരി എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഉണ്ണിയേട്ടന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. പിന്നെ ഏട്ടനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഏട്ടനും കൂടി കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് എനിക്കും ഗ്രീഷ്മേച്ചിക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് വാങ്ങിയില്ല. അപ്പോഴാ തൊട്ടപ്പുറത്ത് കോളിഫ്ലവർ ഫ്രൈ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതും കൂടെ വാങ്ങി. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ 2 മുളക് വെജ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ് ആയിരുന്നേ ഇട്ടത്. പിന്നെ ഞങ്ങൾ എല്ലാ കടയിലും ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി നോക്കി. എവിടുന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി നോക്കി. ഉണ്ണിയേട്ടനൊരു ലേസർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബലൂൺ ഈ ചേട്ടൻ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. പണ്ടൊക്കെ ഉത്സവത്തിന് പോയാൽ ഇതുപോലുള്ള ബലൂൺ ഒരുപാട് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ബലൂണൊന്നും കാണാനേ കിട്ടുന്നില്ല. അങ്ങനെ അതുണ്ടാക്കുന്നത് നോക്കി ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. അപ്പോഴാണ് ഘോഷയാത്ര വരുന്ന സൗണ്ട് കേട്ടത്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഘോഷയാത്രയിൽ നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രമും രംഗണനും ഒക്കെ ഉണ്ടായിരുന്നേ. നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഏട്ടനാ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത്. അങ്ങനെ നമ്മുടെ രംഗണ്ണനൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവരുടെ പുറകെയാണ് DJ ഒക്കെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി DJ ആയിരുന്നേ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഹോട്ടലിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങളവിടെ അടുത്തുള്ള ഒരു തട്ടുകടയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും വേറെ വേറെ ഫുഡാണേ വാങ്ങിയത്. ഞാനും ഉണ്ണിയേട്ടനും പത്തല് മിക്സാണേ വാങ്ങിയത്. ഏട്ടൻ ബിരിയാണിയും ഗ്രീഷ്മേച്ചി പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് വാങ്ങിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ വേദുവിനെ വിളിച്ച് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ചെക്കന് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പോഴേക്കും 12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോഴേക്കും 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കും ആയിരുന്നേ. അങ്ങനെ ഒരുവിധം ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.